ടഫി അല്ലാതെ വേറൊരു ചോയ്സ് ഇല്ല. നമ്മൾ ടഫിയിൽ തന്നെയാണ് പൂർണ്ണ വിശ്വാസമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ചെയ്യുന്നത് അത് തന്നെയാണ്. ഹായ്, എൻ്റെ പേര് രാഹുൽ. ഞാനൊരു ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. ഒരു 15 വർഷത്തോളം ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. ലോക്കിലേക്കാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സ്ട്രെങ്ത്താണ് മെയിനായിട്ട് പറയുന്നത്. സാധാരണ ബ്രിക്കിനേക്കാളും നമുക്ക് സ്ട്രെങ്ത്ത് കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ വർക്ക് ലേബർ ഭയങ്കര കുറവാണ് നമുക്ക് വരാം. കാരണം ഇപ്പോഴത്തെ ലേബർ ഇഷ്യൂ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ലേബർ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും കൂടുതലും ചെയ്യുന്നത് നമ്മുടെ മേസന്മാരെ വെച്ചിട്ട് തന്നെ ചെയ്യുകയാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പുട്ടി വർക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഈസി ടു വർക്കാണ്. പെട്ടെന്ന് നമുക്ക് ഈ ലെവലിലൊരു രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ലെവലിൽ പുട്ടിങ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അധികം പ്ലാസ്റ്ററിങ്ങിൻ്റെ എക്സ്പെൻസ് ഒരു പരിധി വരെ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. നമ്മൾ കൂടുതലും പെട്ടെന്ന് പണി തീർക്കണം, പെട്ടെന്ന് ഹാൻഡ് ഓവർക്ക് വേണമെന്ന് പറഞ്ഞ ടീമുകൾക്ക് നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യുന്നത് ടഫിയുടെ ഇൻ്റർലോക്ക് തന്നെയാണ്. ടഫിയുടെ ഇൻ്റർലോക്ക് അതുകൊണ്ട് തന്നെ ടഫിയുടെ ഡ്യുവൽ ലോക്കാണ് നമ്മൾ കൂടുതൽ ചൂസ് ചെയ്യുന്നത്. പ്രീമിയം ക്വാളിറ്റി ബ്രിക്കാണത്. ചൂടിന് റെസ്റ്റ് ചെയ്യാനായിട്ട് കൂടുതൽ അത് നമുക്ക് ഉപകാരപ്പെടും. പല കസ്റ്റമർ നമുക്ക് ഫീഡ്ബാക്ക് തന്നിട്ടുള്ളൊരു കാര്യം, ബ്രിക്ക് അടിക്കുമ്പോൾ ഇങ്ങനെ ഇളകി പോകില്ല. അതിനുള്ളൊരു ഉദാഹരണമുള്ളത് ഈ ഓരോ ഇതിലും നമ്മൾ ഇതിൻ്റെ മുകളിൽ ഈ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കും. ബ്ലോക്ക് ഫിക്സ് എന്ന് പറഞ്ഞാൽ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് ഒരിക്കലും ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മറിയില്ല. ടഫി അല്ലാതെ വേറൊരു ചോയ്സ് ഇല്ല. നമ്മൾ ടഫിയിൽ തന്നെയാണ് പൂർണ്ണ വിശ്വാസമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ചെയ്യുന്നത് അത് തന്നെയായിരിക്കും.